വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് NIOS +2 സോഷ്യോളജി ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടുള്ള അവലോകനമാണ്. നമ്മൾ കഴിഞ്ഞ വ്യത്യസ്തമായ ക്ലാസ്സുകളിൽ വ്യത്യസ്തമായിട്ടുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ചർച്ചകൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ മൊഡ്യൂൾ 2 ഓപ്ഷനുകൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അവസാനത്തെ ഒരു ടോപ്പിക്കായിട്ട് കാണാൻ പറ്റുന്ന അതിൽ ഒന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ അതിൽ വരുന്ന ഓപ്ഷനാണ്, ആദ്യത്തെ ഓപ്ഷൻ മൊഡ്യൂളാണ് സ്റ്റാറ്റസ് ഓഫ് വുമൺ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കൾച്ചർ എന്ന് പറയുന്ന ഭാഗമാണ്. അത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഏതാണ്? ഓപ്ഷണൽ മൊഡ്യൂളിലെ സ്റ്റാറ്റസ് ഓഫ് വുമൺ എന്ന് പറയുന്ന ആദ്യത്തെ ഒരു മൊഡ്യൂളാണ്. ഈ മൊഡ്യൂളിൽ നമുക്ക് 41 മുതൽ 49 വരെയുള്ള ക്വസ്റ്റ്യനുകളാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ഏർലി വേദിക് ഓർ ദ ഋഗ്വേദിക് പീരീഡ് ഈസ് ഡിഫൈൻഡ് ആസ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരിക്കും? ഏർലി വേദിക് പീരീഡ് ഓർ ദ ഋഗ്വേദിക് പീരീഡ് ഈസ് ഡിഫൈൻഡ് ആസ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അഥവാ ഏർലി വേദിക് പീരീഡ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിന് 4 ഓപ്ഷനുകൾ നമുക്ക് തന്നിട്ടുണ്ട്. 1500 and 1800 BC, then B 1500 1000 BC, and C 1800 BC, then 1800 and 1500 BC. അപ്പോൾ ഏതാണ് നമ്മോടുള്ള ചോദ്യം? ഇതാണ് നമ്മോടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അതിലെ ആൻസർ എന്ന് പറയുന്നത് ബി എന്നാണ്. 1500 and 1000 BC എന്നതാണ് ഉത്തരം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം, വൺ ഓഫ് ദ സെൻട്രൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ജൈനിസം ആൻഡ് ബുദ്ധിസം ഈസ്. ജൈനിസവും ബുദ്ധിസം, ജൈനമതവും ബുദ്ധമതവും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് എന്നാണ് ചോദ്യം. ജൈനിസം ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്സ് ബട്ട് ബുദ്ധിസം ഡിഡ് റെക്കഗ്നൈസ്. ജൈനിസം എന്ത് ചെയ്യുന്നില്ല? ദൈവത്തിൻ്റെ ആ സങ്കല്പത്തെ എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കുന്നു എങ്കിൽ ബുദ്ധിസം എന്ത് ചെയ്യുന്നില്ല? ബട്ട് ബുദ്ധിസം ഇസ് ഡോട്ട് ഡിഡ് റെക്കഗ്നൈസ് എന്നാണ്. ജൈനിസം അംഗീകരിക്കുന്നില്ലെങ്കിലും ബുദ്ധിസം അംഗീകരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ജൈനിസം റെക്കഗ്നൈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ബട്ട് ബുദ്ധിസം ഡിഡ് നോട്ട്. ജൈനിസം എന്ത് ചെയ്യുന്നു? റെക്കഗ്നൈസ് ചെയ്യുന്നു ദൈവത്തിൻ്റെ ആ ഒരു നിലനിൽപ്പിനെ. പക്ഷേ ബുദ്ധിസം എന്ത് ചെയ്യുന്നില്ല? ഇത് എക്സിസ്റ്റൻസിനെ നിലനിർത്തുന്നില്ല എന്നാണ് പറയുന്നത്. 2 ഓപ്ഷനായി. മൂന്നാമത്തെ ഓപ്ഷൻ, Jainism recognized the existence of gods, but it placed them lower than the Mahavira. But Buddhism did not recognize the existence of gods. Jainism എന്ത് ചെയ്യുന്നുണ്ട്? അവർ റെക്കഗ്നൈസ് ചെയ്യുന്നു ദൈവത്തിന് പകരമായിട്ട് മഹാവീര അല്ലെങ്കിൽ ജിന എന്ന് പറയുന്നവരെ എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിക്കുന്നുണ്ട്. ബുദ്ധിസം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിനെ അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. 3 ഓപ്ഷനുകളായി. നാലാമത്തെ, ബുദ്ധിസം ജസ്റ്റ് ക്വസ്റ്റ്യൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ബുദ്ധിസം എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നു. ബട്ട് ജൈനിസം ഡിഡ് റെക്കഗ്നൈസ് ആൻഡ് പ്ലേസ് ദം എബോവ് എവ്രിതിങ്. ജൈനിസം എന്ത് പറയുന്നു? ഡിഡ് റെക്കഗ്നൈസ്, അംഗീകരിക്കുന്നു, ആൻഡ് പ്ലേസ് ദം എബോവ് എവരിത്തിങ്, അതിൻ്റെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് എല്ലാത്തിനെയും കണക്കാക്കുന്നു. അപ്പം 4 ഓപ്ഷനുകളാണ് നമ്മോട് അവിടെ ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും അതിൻ്റെ ആൻസർ? 42ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി എന്നാണ്. ജൈനിസം റെക്കഗ്നൈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ബട്ട് ഇറ്റ് പ്ലേസ്ഡ് ദം ലോവർ ദാൻ ദ മഹാവീര. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, മഹാവീര ജൈനമതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിഷ്കർത്ത അല്ലെങ്കിൽ ദൈവമായി കണക്കാക്കുന്ന ആളാണ് ആര്?
മഹാവീര. അവരെന്ത് ചെയ്യുന്നുണ്ട്? ദൈവത്തിൻ്റെ സ്ഥാനത്ത് അവർ പ്രതിഷ്ഠിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കണം. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ് 43. വിച്ച് ആക്ട് ഫിക്സ്ഡ് ദ minimum age at marriage of girls as 14 years and for boys as 18 years? എന്താണ്? ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് 14 വയസ്സും അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് 14 വയസ്സും ആൺകുട്ടികൾക്ക് 18 വയസ്സിൻ്റെയും അടിസ്ഥാനത്തിൽ കല്യാണം കഴിക്കാൻ ഏത് ആക്റ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം. അതിലൊന്നാമത്തെ ഓപ്ഷൻ ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻറ്റ് അമെൻഡ്മെൻറ്റ് ആക്ട് 1976, 1976 ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻറ്റ് ആക്ട് എന്ന് പറയുന്ന ആക്ട്. രണ്ടാമത്തെ ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻറ്റ് ആക്ട് 1929, 1929 ആക്ട്. ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻറ്റ് ആക്ട് 1950, 1950. നൺ ഓഫ് എബോവ്, മുകളിൽ പറഞ്ഞ ഒന്നുമല്ല എന്നാണ് 4 ഓപ്ഷനുകളാണ് നമ്മളോട് തന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും അതിൻ്റെ ഉത്തരം? 43ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻറ്റ് ആക്ട് 1950, 1950 ചൈൽഡ് മാരേജ് ആക്ട് ആണ് എന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ 43 ക്വസ്റ്റ്യനുകളായി. ഇനി 44ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായിരിക്കും അവിടെയുള്ള ക്വസ്റ്റ്യൻ? ആസ് പെർ ദ സെൻസസ് 2001 dash is the only state in India where is the number of women is more than men. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം എന്താണ്. 2001 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ളത്? അപ്പം തന്നെ മനസ്സിലാക്കണം. 1000 പുരുഷന്മാർക്ക് 1080 സ്ത്രീകളാണുള്ളത്. അത് ഏത് സ്റ്റേറ്റ് ആയിരിക്കും? ഇറ്റ് ഈസ് ദ അവർ സ്റ്റേറ്റ് ഇൻ കേരള. കേരളത്തിലാണ് എന്ന് ഓർത്തു വെക്കുക. കേരള ആണ് ഉത്തരം. അപ്പം ഇനി 45ാമത്തെ ദ ഋഗ്വേദിക് ആര്യൻസ് വേർ ഡാഷ് പാട്രിയാർക്കൽ, മാട്രിയാർക്കൽ, മാട്രിലിനിയൽ, മാട്രി ലോക്കലാണ്. അത് മാട്രി ഫോക്കൽ എന്നാണ് എഴുതിയത്, തെറ്റാണ്. മാട്രി ലോക്കൽ എന്നാണ്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ഉത്തരം? ഋഗ്വേദിക് കാലഘട്ടത്തിലെ ആര്യന്മാർ ഏത് വിഭാഗത്തിലായിരുന്നു എന്നാണ് ഉത്തരം. 1ാമത്തെ ഓപ്ഷനാണ് പാട്രിയാർക്കൽ എന്നാണ്. അപ്പോൾ 45ാമത്തെ ക്വസ്റ്റ്യനായി. ഇനി 46 ക്വസ്റ്റ്യൻ. വേഴ്സസ് കമ്പോസ്ഡ് ബൈ വുമൺ നൺസ് ആർ റെഫേഴ്സ് ടു ആസ് ഡിഫൈൻ ഇൻ വൺ വേർഡ്. എന്താണ് അതിന്? വുമൺ നൺസ് ആർ റെഫേഴ്സ് ടു ആസ് എന്നതിനെ എന്ത് ചെയ്യാം? അത് 1 വേർഡ് ആക്കിയിട്ട് റെഫർ ചെയ്യുക എന്നാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഏതാണ് 46ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്? 46 മൊഡ്യൂളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ത്? അവിടുത്തെ തേരിഗാഥ എന്നാണ് അവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 46ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാം, തേരിഗാഥ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് 47ാമത്തെ ക്വസ്റ്റ്യൻ. 47ാമത്തെ എന്താണ് പറയുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 47. അവിടെ ചോദ്യം, ദ ഫസ്റ്റ് സ്കൂൾ ഫോർ ദലിത് ഗേൾസ് ഇൻ മഹാരാഷ്ട്ര വാസ് സ്റ്റാർട്ടഡ് ബൈ ജ്യോതിബ ഫൂലെ. ട്രൂ ഓർ ഫാൾസ് എന്നാണ് ഉത്തരം. ജ്യോതിബ ഫൂലെയാണ് ആദ്യത്തെ സ്കൂൾ മഹാരാഷ്ട്രയിൽ ദളിതന്മാർക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചത്. കറക്റ്റാണ് ആൻസർ. എന്താണ് ഉത്തരം? ട്രൂ എന്നാണ് ഉത്തരം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. അപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുകൾ കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് സ്റ്റേറ്റ്മെൻറ്റ് വുഡ് യു ലൈക്ക് ടു റൈറ്റ് വിച്ച് ഹൈലൈറ്റ്സ് ദാറ്റ് ജെൻഡർ ഈക്വാലിറ്റി ഈസ് അച്ചീവ്ഡ് ഇൻ സൊസൈറ്റി?
എന്ത് സ്റ്റേറ്റ്മെൻ്റാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത്? എന്തിനെ? ജെൻഡർ ഈക്വാളിറ്റി അച്ചീവ്ഡ് ഇൻ സൊസൈറ്റി, സമൂഹത്തിലുള്ള ജെൻഡർ ഈക്വാളിറ്റി അല്ലെങ്കിൽ സ്ത്രീ പുരുഷ തുലനത്തിന് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് 48A. അല്ലെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഏതാണ്? എക്സ്പ്ലെയിൻ ഹൗ ഫെമിനിസം rejects the notion that biological differences between men and women should form the basis for treating them differently. അഥവാ ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്? അത് ബയോളജിക്കൽ ഡിഫറൻസസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ ഷുഡ് ഫോം ദ ബേസിസ് ഓഫ് ട്രീറ്റിംഗ് ദം ഡിഫറെൻ്റ്ലി. അഥവാ ഫെമിനിസത്തെക്കുറിച്ചും അഥവാ ആൺ പുരുഷൻ സ്ത്രീ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും അവരുടെ ബയോളജിക്കൽ ഡിഫറൻസിനെ കുറിച്ചും നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക എന്നുള്ള ഒരു ചോദ്യമാണ് 48Bയിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 48Aയും Bയും എന്താണെന്ന് നമുക്ക് നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യന് ആൻസർ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? പ്രധാനമായിട്ടും അതിൽ 48A അവിടെ പറയുന്നത് എന്താണ്? ജെൻഡർ ഈക്വാലിറ്റി ഈസ് അച്ചീവ്ഡ് വെൻ വുമൺ ലിവ് വിത്ത് ഡിഗ്നിറ്റി, എക്സസൈസ് ഫ്രീഡം ഓഫ് ചോയ്സ് to control their lives both within and outside household. ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? വുമണും മെന്നും എന്ത് ചെയ്യുന്നു? വെൻ വുമൺ ലിവ് വിത്ത് ഡിഗ്നിറ്റി, അഥവാ വളരെ ഡിഗ്നിറ്റിയോടുകൂടി സ്ത്രീകൾക്ക് ജീവിക്കണം. ആൻഡ് എക്സസൈസ് ഫ്രീഡം ഓഫ് ചോയ്സ്, കൺട്രോൾ ദെയർ ലൈഫ്സ് ബോത്ത് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ഹൗസ് ഹോൾഡ്. മറ്റുള്ളവരെന്ത് ചെയ്യരുത്? അവരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ പാടില്ല. അവർക്ക് ഫ്രീഡം ഓഫ് ചോയ്സ് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരാശയമാണെന്ന് പറയുന്നത് ഫെമിനിസം. ഫെമിനിസ്റ്റ് ട്രേസ് ദ റൂട്ട്സ് ഓഫ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ ദ സോഷ്യൽ ഇൻഇക്വാളിറ്റി. ഫെമിനിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെതിരെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ സംഘടിക്കുന്നു. ഡിസൈഡിങ് the classification of women's role is reproductive and that the men are as productive, and by defining and promoting the representation of women in non-traditional jobs. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ പ്രധാനമായിട്ടും ഓർത്തു വെക്കണം. ഇതൊക്കെ ഓപ്ഷൻ മൊഡ്യൂൾ ആയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോകാന്നുള്ളൂ, അത് ഓർത്തു വെക്കുക. ഇനി പറയാനുള്ളതാണെന്ന് 49ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ മൊഡ്യൂൾ 1ലെ അവസാനത്തെ ക്വസ്റ്റ്യനാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്തായിരിക്കും അത്? 49ലെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ത്? ഈവൻ ആഫ്റ്റർ 7 decades ഓഫ് ഇൻഡിപെൻഡൻസ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഈസ് സ്റ്റിൽ ഫൗണ്ട് ഇൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് സൂട്ടബിൾ ആർഗ്യുമെൻറ്റ്സ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും എത്രയോ 7 ദശകങ്ങൾ കഴിഞ്ഞു പോയി. പക്ഷേ എന്ത് ചെയ്തു? ജെൻഡർ ഡിസ്ക്രിമിനേഷനും ഇപ്പോഴും എവിടെയുണ്ട്? പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആ രാഷ്ട്രീയ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങളുടെ സൂട്ടബിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. സൂട്ടബിളായിട്ടുള്ള നിങ്ങളുടെ വാദങ്ങൾ എഴുതുക എന്നുള്ളതാണ്. മറ്റൊന്ന്, വാട്ട് ഈസ് ജെൻഡർ ഈക്വാളിറ്റി? എന്താണ് ജെൻഡർ ഈക്വാളിറ്റി എന്ന് പറയുന്നത്? ഹൗ ക്യാൻ ഇറ്റ് അച്ചീവ്ഡ് ഇൻ ദ ഫാമിലി? എങ്ങനെയാണ് സമൂഹത്തിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ അച്ചീവ് ചെയ്ത്? എക്സ്പ്ലെയിൻ വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾസ്, യോജിച്ചതായിട്ടുള്ള എക്സാമ്പിളോടുകൂടി അതിനെ വിശദീകരിക്കുക എന്നുള്ളതാണ്. ഈ 2 ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ 2 ക്വസ്റ്റ്യന് 5 മാർക്കുകൾ വീതമാണുള്ളത്. അപ്പോൾ നല്ലവണ്ണം എന്ത് ചെയ്യണം? നമ്മളത് മനസ്സിലാക്കി എഴുതണം. അപ്പോൾ ഇതാണ് നമ്മളോട് അവിടെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇനി എന്തായിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? അത് നോക്കാം. ആൻസർ വളരെ സിമ്പിളായ ആൻസറാണ്. എന്ത്? politics still is considered is unsuitable for women because it is perceived that they have no experiences of handling power. അഥവാ സ്ത്രീകൾക്ക് അധികാരം കൊടുക്കാതിരിക്കാനുള്ള
പ്രധാനപ്പെട്ട കാരണം. അത് സൂട്ടബിൾ അല്ല, അവർക്ക് സൂട്ടബിൾ അല്ല എന്നതുകൊണ്ടും മറിച്ചെന്താണ് അവർക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല എന്നതുകൊണ്ടുമാണ്. അതുപോലെ തന്നെ മെൻ ആർ നോട്ട് പ്രിപ്പയർഡ് ടു ആക്സെപ്റ്റ് ദ ഐഡിയ ഓഫ് ഷെയറിംഗ് പവർ വിത്ത് വുമൺ. പുരുഷന്മാർ എന്ത് ചെയ്യില്ല, സ്ത്രീകളോട് അവരുടെ ഐഡിയ ആശയങ്ങൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതുമാണ്. വുമൺ സ്റ്റിൽ കണ്ടിന്യൂ ടു ബി കൺസിഡേർഡ് അൺഫിറ്റ് ഫോർ ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ പൊസിഷൻ. സ്ത്രീകൾക്ക് എന്തില്ല, ഇപ്പോഴും സ്ത്രീകൾക്ക് അൺഫിറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഫിറ്റല്ലാത്തതായിട്ടുള്ള ഒരു സ്ഥാനമാണ് എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. വുമൻസ് റിസർവേഷൻ ബിൽ ഇൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് സ്റ്റിൽ പെൻഡിങ് ഫോർ അപ്രൂവൽ. സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ വുമൺ ബില്ല് ഇപ്പോഴും എന്താണ്, അത് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലാക്ക് ഓഫ് അവയർനെസ് അബൌട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അഥവാ അവർക്ക് എന്തില്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയും കുറിച്ചുള്ള അവയർനെസ് ഇല്ല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായി കാണുന്നു. ഇനി നമ്മൾ പറഞ്ഞതാണ് ജെൻഡർ ഈക്വാളിറ്റിയെക്കുറിച്ച്, നമ്മുടെ കാഴ്ചപ്പാടിനെക്കുറിച്ച് എഴുതാനാണ് 49B പറഞ്ഞിട്ടുള്ളത്. അഥവാ ജെൻഡർ ഈക്വാളിറ്റി റെഫേഴ്സ് ടു സിറ്റുവേഷൻ ഓഫ് കണ്ടീഷൻ ഇൻ വിച്ച് മെൻ ആൻഡ് വുമൺ റിസീവ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഇൻ ഓൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അഥവാ എന്താണ്, എല്ലാ മേഖലയിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്ത് ചെയ്യണം, ഓൾ ഈക്വൽ ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നു. ഇറ്റ് കുഡ് ബി അച്ചീവ്ഡ് ഇൻ ദ ഫാമിലി, അത് എന്ത് ചെയ്യുന്നുണ്ട്, ഫാമിലിയിൽ ലഭിക്കുന്നുണ്ട്. ബൈ മീൻസ് ഓഫ് റിമൂവൽ ഓഫ് all forms of inequality between men and women. എല്ലാ ഈ ഇൻഈക്വാളിറ്റി എന്ത് ചെയ്യണം, മെന്നും വുമണും തമ്മിലുള്ള ഇൻഈക്വാളിറ്റി ഇല്ലാതാക്കി മാറ്റണം. ഹാവിങ് ഫ്രീഡം ടു എക്സസൈസ് ദ ചോയ്സ് ടു ഡു ഓർ നോട്ട് ടു ഡു. അഥവാ എന്താണ്, പിന്നെ അത് ഇത് ചെയ്യ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും അവർക്ക് എന്ത് ചെയ്യണം, ഫ്രീഡം ഉണ്ടായിരിക്കണം. അവർ മ്യൂച്വൽ റെസ്പെക്റ്റ്, നെയ്തർ വുമൺ ഫീൽ ഇൻഫീരിയർ നോർ മെൻ സുപ്പീരിയർ. അഥവാ ആൺ ഉയർന്നവനും പെണ്ണ് താഴ്ന്ന ആ ഒരവസ്ഥയുമാകുന്ന കൺസെപ്റ്റുകൾ എന്ത് ചെയ്യണം, അത് മാറണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പരസ്പരം എന്ത് ചെയ്യണം, റെസ്പെക്റ്റ്, ബഹുമാനങ്ങൾ കൊടുക്കണം. അതുപോലെ ഡ്യുവൽ പാരൻറ്റിങ്, both parents should take equal responsibility for ചൈൽഡ് റിയറിങ്. അഥവാ എല്ലാ പുരുഷനെ പോലെ സ്ത്രീയെ പോലെ തന്നെ പുരുഷനും എന്ത് ചെയ്യണം, കുട്ടികളെ വളർത്തുന്നതിൽ ഒരേപോലത്തെ കൺസെപ്റ്റുകൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓപ്ഷൻ ഫസ്റ്റിൽ ഓർത്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് പറയാനുള്ള അവസാനത്തെ ഒരു ഭാഗമാണ് ഓപ്ഷൻ മൊഡ്യൂൾ 2. അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണിത്, അത് മനസ്സിലാക്കി വെക്കണം. അതിൽ ഓപ്ഷൻ മൊഡ്യൂൾ 2 കൾച്ചർ എന്ന് പറയുന്നിടത്താണ്. അവിടെ നമ്മൾ വൺ വേർഡ് ചോദ്യമാണ് ആദ്യം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് വിൽ യു ചൂസ് ഇഫ് യു ആർ ആസ്ക്ഡ് ദ ഐഡൻറ്റിഫൈ ആസ് എൻ എക്സാമ്പിൾ ഫോർ ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ കൾച്ചറിനെ ഐഡൻറ്റിറ്റി ചെയ്യുന്നതിനുള്ള എക്സാമ്പിൾസാണ് നമ്മളോട് പറയുന്നത്. ഇന്ത്യൻ കൾച്ചർ എങ്ങനെയാണ് ഐഡൻറ്റിറ്റി ചെയ്യുന്നതിനുള്ള എക്സാമ്പിൾ 4 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഷേക്കിംഗ് ഹാൻഡ്സ്, കൈ കുലുക്കുക അല്ലെങ്കിൽ കൈ കൊടുക്കുക. ഹഗ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, കിസ് ചെയ്യുക. അതുപോലെ തന്നെ റെസ്പെക്ട് ടു എൽഡേഴ്സ് ബൈ ടച്ചിങ് ഫീറ്റ്, മറ്റ് റെസ്പെക്റ്റ് ചെയ്യുക, അഥവാ വണക്കം ചെയ്യുക. നമ്മൾ കാലൊക്കെ തൊട്ട് വണക്കം ചെയ്യുന്നില്ലേ, അതാണ് ഈ 4 കാര്യങ്ങളാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഒന്നാമത്തേൻ്റെ ആൻസർ എന്താണ്, 4-ാമത്തതാണ്, 41D ആണ്. റെസ്പെക്ട് ടു എൽഡേഴ്സ് ബൈ ടച്ചിങ് ഫീറ്റ് എന്നതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 42-ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ബേസ്ഡ് ഓൺ ഫോളോയിങ് ഐഡൻറ്റിറ്റി ദ കറക്റ്റ് ഓപ്ഷൻ. അഥവാ ഇതിൽ നമ്മൾ 2 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഓപ്ഷൻ, കൾച്ചർ ഈസ് ലേൺഡ് ബിഹേവിയർ ആൻഡ് നോട്ട് ജെനറ്റിക്കലി ഇൻഹെറിറ്റഡ് നോർ ഓർ ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റിക്റ്റീവ് ബിഹേവിയർ. കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്, അത് പെരുമാറ്റത്തിലൂടെയാണ്, ആൻഡ് നോട്ട് ജെനറ്റിക്കലി ഇൻഹെറിറ്റഡ്, അത് ഒരിക്കലും എന്താണ് പാരമ്പര്യത്തിലൂടെ ലഭിക്കുന്നതല്ല, നോർ ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റിക്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണമാണ് പറയുന്നത്, ഇറ്റ് ഈസ് അക്വയർഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ് ഫ്രം ദ സൊസൈറ്റി ഇൻ വിച്ച് ദേ ആർ ബ്രോട്ട് അപ്പ്. അത് സമൂഹത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, മനുഷ്യൻ നേടിയെടുക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ ഏത് ഓപ്ഷനാണ് നമ്മളോട് ഇറ്റ് ഈസ് ട്രൂ ഓർ ഫാൾസ്? അപ്പം 4 ഓപ്ഷനുകൾ നമ്മോട് തന്നിട്ടുണ്ട്. അതിൽ ബോത്ത് എ ആൻഡ് ആർ ട്രൂ, അഥവാ സി ആണ് അതിൻ്റെ ഉത്തരം.
ബോത്ത് എ ആൻഡ് ഇത് രണ്ടും എന്താണ് ശരിയാണ്, ശരി ഉത്തരമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഡിക്കേറ്റ് ദ കൺസെപ്റ്റ് ഓഫ് കൾച്ചർ വിച്ച് മാച്ച് ടു ദി ഫോർ എക്സാമ്പിൾ ദ വേ ഇൻ വിച്ച് വി ഗ്രീറ്റ് വാരീസ് ഫ്രം കൾച്ചർ ടു കൾച്ചർ ആൻഡ് പ്ലേസ് ടു പ്ലേസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ദ വേ ഇൻ വിച്ച് വി ഗ്രീറ്റ് വാരീസ് ഫ്രം കൾച്ചർ ടു കൾച്ചർ, പ്ലേസ് ആൻഡ് ടു പ്ലേസ്. അഥവാ കൾച്ചർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അതിന് ഉദാഹരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. കൾച്ചർ ഈസ് സ്പേസ് ബൗണ്ട്, കൾച്ചർ ഇസ് ടൈം ബൗണ്ട്. കൾച്ചർ എന്ന് പറയുന്നത് സ്ഥലത്തിനനുസരിച്ചുള്ളതാണ്, കൾച്ചർ എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ചുള്ളതാണ്. മെറ്റീരിയൽ കൾച്ചറാണ്, നോൺ മെറ്റീരിയൽ കൾച്ചറാണ്, ഇൻകുലറേഷൻ ആണ് എന്ന് പറയുന്നുണ്ട്. ഇതിലേത് ഓപ്ഷനാണ് നമുക്ക് ഓർത്ത് വെക്കേണ്ടത്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 43ൻ്റെ ഉത്തരം കൾച്ചർ ഈസ് സ്പേസ് ബൗണ്ട്. കൾച്ചർ എന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പോൾ ആ ഓരോ സ്ഥലത്തിനും പ്രത്യേകമായിട്ടുള്ള കൾച്ചറുകൾ ഉണ്ടായിരിക്കും. അതാണ് 43ൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഒന്നാമത്തെ എ എന്ന് പറയുന്നതാണ് ആൻസർ. ഇനി അടുത്തത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ് ആണ്. അവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് റെസ്ട്രിക്ഷൻ ഓർ പ്രൊഹിബിഷൻ വിച്ച് ആർ നോട്ട് പെർമിറ്റഡ് ബൈ ദ സൊസൈറ്റി ആർ നോൺ ആസ് ഡാഷ്. അതെന്താണ്? 44ാമത്തെ റെസ്ട്രിക്ഷൻ ഓർ പ്രൊഹിബിഷൻ വിച്ച് ആർ നോട്ട് പെർമിറ്റഡ് ബൈ ദ സൊസൈറ്റി. ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു. ഏതാണ് ആ സൊസൈറ്റി? അവിടെ റെസ്ട്രിക്ഷൻ ആർ നോട്ട് പെർമിറ്റ് ചെയ്തിരുന്നില്ല. ആ സൊസൈറ്റിയുടെ പേരാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിന് പേര്? ടാബു എന്നാണ് അർത്ഥമാക്കുന്നത്. ടാബൂസ് എന്നാണ് അവരെ പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം, ആൻ എക്സാമ്പിൾ ഓഫ് നോൺ മെറ്റീരിയൽ കൾച്ചർ ഈസ്. നോൺ മെറ്റീരിയൽ അഭൗതികമായിട്ടുള്ള കൾച്ചറിന് ഉദാഹരണം ഏതാണ് എന്നാണ് ചോദ്യം. വളരെ സിമ്പിളാണ്. ഡ്രസ്സ്, ഓർണമെൻറ്റ്സ്, ഓട്ടോമൊബൈൽസ്, ഇത് മൂന്നും ഭൗതികമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതായിരിക്കും? അഭൗതികം, കാണാൻ പറ്റാത്തതാണ്. ബിലീഫ്സ് എന്നാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 45ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബിലീഫ്സ് എന്നാണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ, പ്രോസസ് വിച്ച് ഫെസിലിറ്റേറ്റ് ലേണിംഗ് അബൌട്ട് വൺസ് ഓൺ കൾച്ചർ ഇൻ ഓർഡർ ടു ബിക്കം എ മെമ്പർ ഓഫ് വൺ സൊസൈറ്റി ഈസ് കോൾഡ്. ഇത് വൺ വേർഡാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ചോദ്യം? ഓൺ വൺസ് കൾച്ചർ ഇൻ ഓർഡർ ടു ബിക്കം എ മെമ്പർ ഓഫ് വൺസ്. അഥവാ ഒരാളുടെ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? അത് മറ്റൊരു മെമ്പറുടെ കൾച്ചർ അല്ലെങ്കിൽ സ്വന്തം കൾച്ചർ ഒരു മെമ്പറുടെ കൾച്ചറായി മാറുന്നത് എങ്ങനെയാണ്? അതിനെ പറയുന്ന പേര് എന്താണ് എന്നാണ് ചോദ്യം. അതിന് എന്താണ്? 46ാമത്തെ ഉത്തരം ഇൻകുലറേഷൻ എന്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻകുലറേഷൻ എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. ഇനി 47ാമത്തെ ക്വസ്റ്റ്യൻ, കൾച്ചർ ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ ലേണിംഗ് ബിഹേവിയർ, ട്രൂ ഓർ ഫാൾസ്. അഥവാ കൾച്ചർ എന്ന് പറയുന്നത് ഈസ് നോട്ട് എ കൺസിഡേർഡ് ആസ് എ ലേണിംഗ് ബിഹേവിയർ അല്ല എന്നാണ് കാഴ്ചപ്പാട്. എന്താണ് അതിൻ്റെ ഉത്തരം? ട്രൂ ഓർ ഫാൾസ് എന്നാണ്. അത് തെറ്റാണ് എന്നാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ഫാൾസ് ആണത്. കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ലേണിംഗ് ബിഹേവിയർ തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 48 എയും ബിയും 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതിൽ പറയുന്നത് എന്താണ്? വാട്ട് ഫാക്ട്സ് വുഡ് യു ചൂസ് ടു ഹൈലൈറ്റ് ദാറ്റ് ഡാൻസ് ആൻഡ് മ്യൂസിക് ഹാസ് ഓൾവേസ് ബീൻ പോപ്പുലർ ഇൻ ഇന്ത്യൻ കൾച്ചർ പാട്രോണലൈസ്ഡ് ബൈ കിങ്സ് ആൻഡ് നോബിൾസ്. ഇന്ത്യയിലെ പരമ്പരാഗതമായി ഇന്ത്യൻ കൾച്ചറിന് എന്തായിരുന്നു? ഡാൻസും മ്യൂസിക്കും ജനസമ്മതിയായിരുന്നു. അതിനെക്കുറിച്ചാണ് നമ്മോട് കിങ്സിൻ്റെയും നോബിൾസിൻ്റെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അതിൻ്റെ ഫാക്ട്സിനെ കുറിച്ച് നിങ്ങൾ വിലയിരുത്തി എഴുതുക എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം, ഡിസ്കസ് എനി 2 ആസ്പെക്ട്സ് ഓഫ് അവർ കൾച്ചർ ടു നോ ദ ഇന്ത്യൻ കൾച്ചർ ഹെറിറ്റേജ്. നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പറയുന്നതാണ് 2 ആസ്പെക്ട്സുകൾ. എന്തൊക്കെയാണത്? കൾച്ചറിനെ കുറിച്ചുള്ള ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ്, ഇന്ത്യൻ പരമ്പരാഗത കൾച്ചറിനെ കുറിച്ചുള്ള 2 ആസ്പെക്ട്സുകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട മൊഡ്യൂള് 2-ൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ്? പ്രധാനമായിട്ടും ഇന്ത്യൻ കൾച്ചറിൽ ഏതൊക്കെയാണ്
48ാമത്തെ ക്വസ്റ്റ്യൻ, എ മുഹമ്മദ് ഷാ പാട്രണൈസ്ഡ് മ്യൂസിക് ഇൻ ദ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 18th century. മുഹമ്മദ് ഷാ എന്ന് പറയുന്ന അദ്ദേഹം എന്ത് ചെയ്തു? ഫസ്റ്റ് 18th century 18ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ മ്യൂസിക്കിനെ കണ്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. രാജ തുളജി ഓഫ് തഞ്ചാവൂർ വാസ് himself as a well-versed musician and patronized music. അതുപോലെ തന്നെ തഞ്ചാവൂരിലെ ഭരണാധികാരിയാണ് രാജ തുളജി എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹവും മ്യൂസിക്കിനെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഹാസ് റിട്ടൺ ബൈ സംഗീത് സാരാമറിത്. അതുപോലെ തന്നെ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമായിരുന്നു ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓർത്ത് വെക്കുക. അത് വ്യത്യസ്തമായിട്ടുള്ള ഇന്ത്യയിലെ രാജാക്കന്മാരുടെ ഭരണകാലത്തുണ്ടായിരുന്ന സംഗീതത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളോട് ചോദിക്കുന്ന 48ാമത്തെ ഒരു ക്വസ്റ്റ്യനാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്തിട്ടുള്ളത്? ഈ സംഗീതത്തിൽ അതുപോലെ തന്നെ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ടു ഹെറിറ്റേജ് ലിറ്ററേച്ചർ, ഡാൻസ് ആൻഡ് മ്യൂസിക്, അതുപോലെ ആർട്ട് ആൻഡ് പെയിൻറ്റിങ്സ്, ആർക്കിടെക്ചർ, സ്കൾപ്ചേഴ്സ് തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഇനി 49ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. അവസാനത്തെ ഒരു പാറ്റേൺ ക്വസ്റ്റ്യനാണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഇത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഓർത്ത് വെക്കേണ്ടത് എന്താണ്? ഓക്കെ, clarify how ancient India was and rich in the domain sculpture and architecture as in the field of art and culture was with suitable examples. നമ്മളോട് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ആൻഷ്യൻ്റ് ഇന്ത്യ, പുരാതന ഇന്ത്യയിലുണ്ടായിരുന്ന ഡാൻസിൻ്റെയും അതുപോലെ തന്നെ സ്കൾപ്ചേഴ്സിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും ഒക്കെ അഥവാ വാസ്തു ശില്പ കലകളിലും ഉണ്ടായിരുന്ന മാറ്റങ്ങളെക്കുറിച്ച്, കൾച്ചറിനെ കുറിച്ച് ഉദാഹരണ സഹിതം വ്യക്തമാക്കുക എന്നതാണ് 1ാമത്തെ ക്വസ്റ്റ്യൻ. 2ാമത്തെ അതിൻ്റെ എന്താണ്? ബി എന്ന് പറയുന്നത് റൈറ്റ് അബൌട്ട് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ആൻഷ്യൻ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ്. പുരാതനമായിട്ടുള്ള ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരുടെ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചാണ് പറഞ്ഞിട്ട്. അപ്പോൾ 2 ചോദ്യങ്ങൾ നമ്മളോട് അവിടെ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ലാസ്റ്റ് ഒരു ഭാഗമായിട്ട് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണിത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഭാഗങ്ങൾ ഏതാണ്? അപ്പോൾ ഇവിടെ 49 ഏഴിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്കൾപ്ചേഴ്സ് ആൻഡ് ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ വാസ്തുശില്പ കലകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ റിച്ച് ഇൻ ദി സ്കൾപ്ചർ ആൻഡ് ആർക്കിടെക്ചർ, ഇന്ത്യ എന്ന് പറയുന്നത് വാസ്തുശില്പ കലകളിൽ വലിയ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വലിയ സമ്പന്നമായ രാജ്യമായിരുന്നു. ഉദാഹരണം എന്നാണ് വിഷ്ണു ടെമ്പിൾ, സൺ ടെമ്പിൾ തുടങ്ങിയിട്ടുള്ള ടെമ്പിളുകളൊക്കെ. അതുപോലെ തന്നെ മുഗൾ ആർക്കിടെക്ചർ റിവീൽസ് ബ്ലെൻഡിങ് ഓഫ് പേർഷ്യൻ ആൻഡ് ഇന്ത്യൻ സ്റ്റൈൽ, മുഗളന്മാരുടെ പേർഷ്യൻ സ്റ്റൈലും ഇന്ത്യൻ സ്റ്റൈലും കൂടിയിട്ടുള്ള നിരവധി വാസ്തുശില്പകലകൾ കാണാം. ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ സ്റ്റൈൽ, ജൈൻ ടെമ്പിൾ അടക്കമുള്ള വെസ്റ്റേൺ പാശ്ചാത്യരുടെ ആ ഒരു വാസ്തുശില്പകലയുമൊക്കെ ഉണ്ടായിരുന്നു. ടെമ്പിൾസ് ഓഫ് ഒറീസ ഫൈനസ്റ്റ് എമംഗ് ദം ഓഫ് ലിംഗരാജ് ടെമ്പിളൊക്കെ ഇവിടെ ഉണ്ട്. ഒറീസയിലുള്ള അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ്. ഡിസ്റ്റിങ്ക്ട് സ്കൂൾ എമർജസ് ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചർ, വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കൂളുകളൊക്കെ ഇന്ത്യൻ ആർക്കിടെക്ചറിൻ്റെ വലിയ ഉദാഹരണങ്ങളായി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളവിടെ ഓർത്ത് വെക്കേണ്ടത്. ഇനി 49B കോൺട്രിബ്യൂഷൻസ് ഓഫ് ആൻഷ്യൻ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ്, 5 മാർക്കുള്ള ക്വസ്റ്റ്യനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്. നമ്മൾ നല്ല പോലെ ഇത് മനസ്സിലാക്കണം. ആൻഷ്യൻ്റ് എന്താണ്? വൃദ്ധ ഗാർഗ, ലഖാദ ആര്യഭട്ട, അതുപോലെ തന്നെ എന്താണ് അതോരുടെ ആര്യഭട്ടീയ, സൂര്യ സിദ്ധാന്ത, അത് തുടങ്ങിയിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം. മൂവ്മെൻറ്റ് ഓഫ് സ്റ്റാർസ്, കോസസ് ഓഫ് എക്ലിപ്സ്, അതുപോലെ തന്നെ എന്താണ് ബുധയാന, ദ മാത്തമാറ്റീഷ്യൻ, അതോറിസിഡ്, സുൽഭ സൂത്രാസ്,
ഷുറത്സ്, സൂത്രാസ്, ഫോർമുലേറ്റഡ് റൂൾസ് ഓഫ്, അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻസ് ഓഫ് ആൻഷ്യന്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റിനെ കുറിച്ചാണ് നമ്മുടെ 49 ബിയിൽ നമ്മൾ പഠിക്കേണ്ടത്. അതിൽ ഒരുപാട് ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, മാത്തമാറ്റിക്സിലും അതുപോലെ തന്നെ ഗോളശാസ്ത്രത്തിൽ, അതുപോലെ തന്നെ മറ്റുള്ള പ്രധാനപ്പെട്ട ട്രയാങ്കിൾസ്, അതുപോലെ തന്നെ സ്ക്വയേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, പഠന വിധേയമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ഇവരെക്കുറിച്ച് ഓർത്ത് വെക്കേണ്ടതാണ്. വഹാമിഹിർ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ മാറ്റങ്ങൾ ഇന്ത്യൻ ആൻഷ്യൻ്റ് പീരീഡിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു ടോപ്പിക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇതുവരെ നമ്മൾ സോഷ്യോളജി NIOS +2 എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്നുള്ള ആൻസറുകളുടെ, അതുപോലെ തന്നെ ക്വസ്റ്റ്യനുകളുടെ അവലോകനമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും നല്ല പോലെ എഫിഷ്യൻ്റായി പഠിച്ച് നല്ല ഒരു മാർക്ക് കരസ്ഥമാക്കി നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച് ഇന്നത്തെ ക്ലാസ്, ഈ ഒരു ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ ഓൾ സ്റ്റുഡൻസ്.